ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? എല്ലാവരും നമ്മൾ കഴിച്ചില്ല കേട്ടോ. നമ്മുടെ കഴിപ്പൊക്കെ 9 മണി കഴിഞ്ഞൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിരുന്നു. അമ്പലമൊക്കെ അടച്ചിട്ടിരുന്നേ. ചേച്ചിയുടെ മോള് പ്രസവിച്ച് തുടക്കമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അമ്പലമൊക്കെ അടച്ചിട്ടിരുന്ന്. അപ്പോൾ ഇന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ ഇരുന്നപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ഇട്ട്. അപ്പോൾ ചേച്ചി ജോലിക്ക് പോയി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. അമ്പലത്തിൽ പോയി ആ പരിപാടിയും കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ 2 ദിവസം ലീവ് അവധിയാണേ. ഹോളിഡേയൊക്കെ സാറ്റർഡേയും ഞായറാഴ്ചയും 2 ദിവസം ജോലിക്ക് പോകണ്ട. പിന്നെ എന്ത് പറയും, ഇപ്പം നമ്മളെ സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് റോഡിലൊന്നും നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ. സ്കൂൾ ബസ്സും തിരക്കും, ഭയങ്കര തിരക്ക് കേട്ടോ. റോഡ് നമ്മൾ തൂക്കാൻ നിൽക്കുന്നതിൻ്റെ അവിടെ കുഞ്ഞിച്ചിരി ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ നിന്ന് നമ്മൾ പെട്ടുപോകും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ വന്ന് തട്ടും. ഓട്ടിക്കുന്നവർ ശ്രദ്ധിക്കില്ല. അവർക്ക് മത്സര ഓട്ടങ്ങളാണേ. സ്കൂൾ ബസ്സുകാർ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓട്ടക്കാരൻ ചേട്ടന്മാർക്കാണെങ്കിൽ ഒട്ടും സമാധാനമില്ല. അവരാണെങ്കിൽ ഏതിൻ്റെയെങ്കിലുമൊക്കെ ഇടയിൽ കൂടെ അവരെ കൊണ്ട് കയറും. കഷ്ടകാലം എങ്ങനെ പിടിച്ച് നമ്മളെ നിൽക്കുന്ന നമുക്കായിരിക്കും പണി. അപ്പോൾ തൂക്കാനും പിന്നെ റോഡും നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ഏരിയയിലൊക്കെ പോയി നമുക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ വണ്ടികളെല്ലാം പോകുന്നത് അവിടെ നിന്ന് പിന്നെ വണ്ടികൾ പോയി കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ തൂക്കം എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത വണ്ടി വരും. ഇപ്പം സ്കൂളും കൂടെ തുറന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളെ നിത്യമുള്ള പോക്കും വരക്കും ഒക്കെ. അതിനിടയിൽ വണ്ടിയിൽ വന്നാലോ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലേ, പ്രത്യേകിച്ച് ലേഡീസ് വണ്ടി ഓട്ടിച്ച എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറ്റം ലേഡീസിന് തന്നെയാണ്. വരുന്നവരായാലും നിൽക്കുന്നവരായാലും എല്ലാവരും നമ്മളെ കുറ്റം പറയുള്ളൂ. അതെന്നറിയുമോ, അവളുമാർക്ക് വണ്ടി ഓട്ടിക്കാറുള്ളത് അവളുമാർ വണ്ടികൾ എടുത്തുകൊണ്ട് പോയി ആണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ലേഡീസ് വണ്ടി ഓട്ടിച്ച് പോയാലും പ്രത്യേകിച്ച് ഓട്ടോക്കാർ അവർ സൈഡ് തരൂല്ല. നമ്മൾ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് മുമ്പേ കയറാൻ വേണ്ടിയിട്ട് അവർ പോവും. നമ്മൾ ശ്രദ്ധിക്കാതെ എങ്ങനെ പോയാൽ നമുക്ക് പണി കിട്ടും. എന്തെങ്കിലും സംഭവിച്ചാൽ പറയുന്നത് എന്ത്, അറിയാണ്ടൊക്കെ വണ്ടികൾ എടുത്തുകൊണ്ട് പോയാണ് അങ്ങനെയൊക്കെ വന്നെന്ന് പറയും. റോഡിൽ അതും തിരക്കും കാര്യവും എല്ലാം കൊണ്ടും ഇപ്പം സ്കൂളും കൂടെ തുറന്ന സമയമായതുകൊണ്ട് ഒന്നും പറയണ്ട. യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്. റോഡ് പണിക്കാരാണെങ്കിൽ ഇതൊന്നും നമുക്കിതിൽ കൂടെ പറയണ്ട. ഞാൻ എൻ്റെ വീഡിയോയിലേ ഞാൻ അങ്ങനെ പൊതു കാര്യങ്ങളൊന്നും എടുത്തിടൂല കേട്ടോ. പൊതു കാര്യങ്ങളൊന്നും എടുത്തൂല. എൻ്റെ വീട്ടിലെ ചോറും കറിയും മീനും വയ്ക്കുന്നതും ഞാൻ അമ്പലത്തിൽ പോകുന്നതും പിന്നീട് വയ്യായിക പറച്ചിലും അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കൊണ്ടുവരാറില്ല. എന്നാലിപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിത്യവും നമ്മൾ നേരിടുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നിത്യവും നമ്മുടെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അങ്ങനത്തെ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ബസ് നമ്മൾ റോഡിൽ സൈഡിലൊക്കെ നിന്ന് ഇന്നൊരു ബസ് അങ്ങ് തട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ. ബാക്കിൽ നിന്ന ചേട്ടൻ അയ്യോ ബസ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ തിരിഞ്ഞു നിന്ന് തൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല കേട്ടോ. നമുക്ക് ബാക്കിൽ കണ്ണൊന്നും ഇല്ലല്ലോ. നമ്മളിങ്ങനെ സൈഡ് തിരിഞ്ഞു നിന്ന് തൂക്കും. അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്നവർ ശ്രദ്ധിക്കണം, അവർ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഒരു ബസ് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയാത്തത്. പിന്നെ റോഡിൻ്റെ കാര്യം റോഡ് പണി ചെയ്യുന്നവരൊക്കെ അവർ എങ്ങനെയെങ്കിലുമൊക്കെ പണങ്ങൾ വാങ്ങിയിട്ട് അവർ തേച്ച് മാച്ച്. ഇതിപ്പോൾ കേട്ടിട്ട് ആരും നമ്മൾ ഇനി മോശം കമൻറ്റൊന്നും ഇടാൻ വരല്ലേ. നമുക്ക് നമ്മളെ കാര്യങ്ങളും നമ്മൾ പിന്നീട് നേരിടുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. റോഡൊക്കെ ആണെങ്കിൽ റോഡ് ഇടുന്നവർ എങ്ങനെയാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ. റോഡൊക്കെ പണി ചെയ്യുന്നവർ
ഒരു 2 ആഴ്ച 1 മാസം ഒന്നും ആവണ്ട കേട്ടോ, അതിന് മുമ്പേ റോഡിൻ്റെ കോലങ്ങളൊക്കെ മാറും. ഇനി അവരെ പണിയുടെ കുഴപ്പമാണോ ഇനി മഴ പെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എനിക്കറിഞ്ഞൂടാ. പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല റോഡിൽ കൂടെ പോവും, അത് പോവും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ റോഡിൻ്റെ രൂപമേ അങ്ങ് മാറും. പിന്നെ കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും കുഴിയും. അതിനിടയിൽ ഈ റോഡിട്ട് ടാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് തോണ്ടുന്നത്. നിങ്ങളിങ്ങനെ തോണ്ടിയും കുത്തിയും പൊളിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള പാവങ്ങൾ വണ്ടിയും കൊണ്ട് പോകുന്നവരെ കഷ്ടപ്പാട് നിങ്ങളും കൂടെയൊക്കെ ഒന്ന് ഓർക്ക് അറിയണം കേട്ടോ. വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് രാത്രിയൊന്നും യാത്ര ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ സ്ഥിരം പോകുന്ന വഴിയാവുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, ഇന്ന സ്ഥലത്ത് ഇന്ന കുണ്ടും കുഴിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ അറിയാതെയൊക്കെ ഏതെങ്കിലും വഴിയിൽ പെട്ടുപോയാൽ പോക്കാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കിടന്നാൽ എനിക്ക് സത്യത്തിൽ വണ്ടി എടുക്കാനേ പേടി. നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇറങ്ങും, അവിടെ കുണ്ടുണ്ടോ കുഴിയുണ്ടോ കല്ലുണ്ടോ ഒന്നും അറിയാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ് ഈ ചേച്ചി പെണ്ണിൻ്റെ കാര്യം. നമ്മൾ വണ്ടിയിലൊക്കെ 2 വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന ദുരിതങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ റോഡ് പണിയുടെ കാര്യം പറയുന്ന റോഡ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു റോഡ് നല്ല റോഡ് കണ്ട് നമുക്കൊരു സന്തോഷമാണ്, ആ റോഡിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാമെന്ന് വിചാരിക്കും. 1 മാസം 2 മാസം കഴിയുമ്പോൾ റോഡിൻ്റെ കോലമേ മാറും. മഴ എപ്പോഴും ഇല്ലല്ലോ അല്ലേ, മഴ നമ്മൾ ആ സീസൺ വരുമ്പോഴല്ലേ മഴ. നമ്മളെ ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ തിരുവല്ല മുതൽ ഈസ്റ്റ് പൊട്ട് വരെ പോകുന്ന റോഡ് കഷ്ടമാണ് കേട്ടോ. ബസ് റൂട്ടൊക്കെ പോകുന്ന റോഡ് കഷ്ടമാണ്. നല്ല എക്സ്പീരിയൻസ് നമുക്ക്, ഞാനും ഒക്കെ വണ്ടിയുടെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 2008 വണ്ടി പഠിച്ചതാണ്. എന്നാലും നമുക്കിതുവരെ വണ്ടി ഓട്ടിച്ചോട്ടിച്ച് തെളിയാണ്ടിരിക്കണം കേട്ടോ. കുണ്ടും കുഴിയിലും കൂടെ ഉള്ള റോഡിലൂടെയൊക്കെ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും വന്നാൽ പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി വേണം. കാലിന് നീളക്കുറവാണ്, പൊക്കം കുറവായതുകൊണ്ട് നമ്മൾ ചില കുഴിയിലൊക്കെ ചെന്ന് പെട്ടുകയാൽ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കാലിന് നമ്മൾ ബാലൻസ് കൊടുത്തില്ലെങ്കിൽ വണ്ടി കൊണ്ടങ്ങ് മാറി. അതുകൊണ്ട് കുണ്ടും കുഴിയിലോട്ടുള്ള റോഡിലൊന്നും ഞാൻ ഇത്തിരി കറങ്ങി ചുറ്റി പൊയ്യാലും നല്ല റോഡ് നോക്കിയേ പോവുള്ളൂ. ഇപ്പം എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ റോഡിൽ വന്നങ്ങ് നിന്നു. എന്നതൊക്കെ പറഞ്ഞാൽ അത് എനിക്കറിഞ്ഞൂടെ, ഇനി വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ നിങ്ങളങ്ങ് വിട്ട് കളയണേ. നമ്മൾ ഫോണും എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നാവിലൂടെ വരുന്നതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫോണ് ഇങ്ങനെ ചരിച്ച് വെച്ചാണ് ഞാൻ എവിടെ നോക്കി കാര്യം പറയണമെന്ന് എനിക്കിന്നൊരു പിടുത്തലിന്. ക്യാമറയിലാണോ വേറെ എവിടെയെങ്കിലുമൊക്കെയാണോ കോങ്കണ്ണിയെ പോലെയൊക്കെയാണോ എന്തോ നോക്കുന്നത്. നമ്മൾ ഫോണെടുത്ത് ഓൺ ചെയ്ത് വെച്ച് നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മളെ നാവിൻ തുമ്പിൽ വരുന്നതൊക്കെ നമ്മൾ അങ്ങ് പറയുന്നു. അതിലെത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നമ്മളെ വീട്ടുകാരോട് കഥ പറയൂലേ, അതുപോലെയാണ് ഞാൻ നിങ്ങളോട് എൻ്റെ വിശേഷങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഫോൺ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മളെ വീട്ടിൽ നമ്മൾ എന്താണ് ആ ഒരു ഇത് തന്നെയാണ്. ആദ്യമൊക്കെ നമുക്ക് സംസാരിക്കാൻ മടിയായിരുന്നേ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു മൈക്കൊക്കെ കിട്ടിയാൽ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് തോന്നണം. നിങ്ങൾ ഫോൺ ഓൺ ചെയ്ത് വെച്ച് നിങ്ങളോടൊക്കെ നമ്മൾ സംസാരിച്ച് നമുക്കത് ശീലം. ഇനിയിപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, മുമ്പെന്ന് പറയുമ്പോൾ എൻ്റെ മക്കളൊക്കെ കുഞ്ഞായിരുന്ന സമയത്തെ മക്കൾ 2ലും 3ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ സ്കൂളിൽ നമ്മളെ പി ടി എ പ്രസിഡൻ്റായിട്ടൊക്കെ പിടിച്ചാക്കി കേട്ടോ. അപ്പോൾ അന്ന് ഇന്ന് എന്തോ പരിപാടി വന്നപ്പോഴത്തേക്ക് നമ്മളെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര, നമുക്കത് ശീലമില്ലല്ലോ, അങ്ങനെ സംസാരിച്ചൊന്നും ശീലമില്ലല്ലോ. എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കുടുംബശ്രീയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുടുംബശ്രീയും അയൽക്കൂട്ടും അപ്പടി ഇപ്പടി ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ വലിയ മടിയൊന്നുമില്ല. എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നത് അന്നത്തെക്കാളും ഇന്നിപ്പോൾ മൈക്ക് കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും കേട്ടോ. ചമ്മലും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നിത്യവും നിങ്ങളോട് കഥ പറയുന്നതല്ലേ, കഥ പറഞ്ഞ് നമ്മളെ ചമ്മലൊക്കെ അങ്ങ് മാറി. എന്തൊക്കെ തള്ളി മറിക്കണ അന്തോ, ഒന്നൊന്നര തള്ളാണ് തള്ളി മറിക്കുന്നത്. ഈ തള്ളെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെയൊക്കെ പറയുന്നതാണ്. ഇനി അങ്ങോട്ട് നമ്മളെ വേറെ ജില്ലയിലൊക്കെ ഉള്ളവർക്ക് അത് വേറെ വൃത്തികെട്ട വാക്കായിട്ടൊക്കെ തോന്നുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നമ്മളെ വീട്ടിലുള്ളവരോട് കഥ പറയുന്നത് പോലെയാണ് നിങ്ങളോട് കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ കഥ പറഞ്ഞ് എത്ര മിനിറ്റ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും. എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞു എനിക്ക് തന്നെ അറിയില്ല. ഇനി ഫോൺ കട്ട് ചെയ്തിട്ട് കേട്ട് നോക്കുമ്പോൾ അറിയാം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. കൂടുതൽ വിശേഷമൊന്നുമില്ല. ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം. ചേച്ചി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം. ചേച്ചി ചെയറിലിരുന്നിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴേ ചേച്ചിയുടെ പകുതി ഭാഗമേ ഇങ്ങനെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, കൂടുതലൊന്നുമില്ല. എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ ചേച്ചി, പോട്ടെ.